ബെംഗളൂരു നഗരസഭയുടെ വിഭജനത്തിന് ശേഷം രൂപീകൃതമായ ഗ്രേറ്റർ ബെംഗളൂരു അതോറിറ്റിക്ക് കീഴിലെ 5 കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് അഥവാ ഇവിഎമ്മിന് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ കർണാടക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. മെയ് 25-ന് ശേഷം നടക്കാനിരിക്കുന്ന ഈ സുപ്രധാന തിരഞ്ഞെടുപ്പിനു പുറമെ ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന ജില്ലാ, താലൂക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും ബാലറ്റ് പേപ്പറുകൾ തന്നെയാകും ഉപയോഗിക്കുകയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ GS സംഗ്രേഷി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് രീതി നിശ്ചയിക്കുന്നതിൽ കമ്മീഷനുള്ള വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഈ മാറ്റം നടപ്പിലാക്കുന്നത്. ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്നും സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ് ക്യാമറകളും CCTV ക്യാമറകളും സ്ഥാപിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. കള്ളവോട്ട് തടയുന്നതിനായി ശക്തമായ പോലീസ് കാവലും ഏർപ്പെടുത്തും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പർ വഴി നടത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനം. 2025-ൽ ബെംഗളൂരു നഗരസഭയെ സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് എന്നിങ്ങനെ 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളായി വിഭജിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ആകെ 369 വാർഡുകളിലായി നടക്കുന്ന വോട്ടെടുപ്പിനായി 8044 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടിക പ്രകാരം 88,91,411 വോട്ടർമാരാണ് 5 കോർപ്പറേഷനുകളിലുമായി ആകെയുള്ളത്. വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ബെംഗളൂരു വെസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ 23-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്, 49,530 പേർ. എന്നാൽ ബെംഗളൂരു ഈസ്റ്റ് കോർപ്പറേഷനിലെ 16-ാം വാർഡിൽ കേവലം 10,926 വോട്ടർമാർ മാത്രമാണുള്ളത്. നഗരവിഭജനത്തിന് ശേഷമുള്ള ഭരണ സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ വാർഡ് വിഭജനവും തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്.